ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജലി. അമിതഭാരം പോലെ തന്നെ ഭാരക്കുറവും പലരിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുവാറുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഒരു 90% ആൾക്കാരും വെയിറ്റ് കുറയ്ക്കുവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവരാണ്. ഒരു 10% ആൾക്കാരുണ്ട് വണ്ണം വെക്കുവാൻ വേണ്ടിയിട്ട് അമിതമായിട്ട് ട്രൈ ചെയ്യുന്നവർ. എത്ര ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും അവർക്ക് വണ്ണം വെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എന്ത് ചെയ്തിട്ടും വണ്ണം വെക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. വണ്ണം വെക്കുവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഓരോ ആളും എന്തുകൊണ്ടാണ് അവരുടെ ശരീരത്ത് വണ്ണം വെക്കാത്തതെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതാണ്. വണ്ണം വെക്കാത്തതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും ഒക്കെ തീരെ വണ്ണമില്ല, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊന്നും തീരെ വണ്ണം ഇല്ലെങ്കിൽ നമുക്ക് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും വണ്ണം വയ്ക്കുവാനുള്ള കുറച്ച് ചാൻസസ് കുറവായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പം ഹൈപ്പർ തൈറോയ്ഡ് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഷുഗറിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും അബ്സോർബ് ആവുന്നില്ലെങ്കിൽ, നമ്മുടെ കുടലിലോ അല്ലെങ്കിൽ വയറിലൊക്കെ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ മൂലമൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷൻസും അല്ലെങ്കിൽ പ്രോട്ടീൻസും ഒന്നും നമ്മുടെ ശരീരത്തേക്ക് പൂർണ്ണമായിട്ടും അബ്സോർബ് ആവില്ല. ഇത് മൂലവും നമുക്ക് വണ്ണം വെക്കുവാനുള്ള ചാൻസസ് കുറവാണ്. ഇത് കൂടാതെ തന്നെ ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ വെള്ളപ്പോക്ക് അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രോബ്ലം, ലൂക്കോറിയ എന്നൊക്കെ പറയും. അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും വണ്ണം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവരുടെ ഭക്ഷണ രീതി മൂലവും അവർക്ക് വണ്ണം വെക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തീരെ താല്പര്യമില്ല. അവർക്ക് ജങ്ക് ഫുഡ്, ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ കേക്ക്സ് ഒക്കെ കഴിക്കുവാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ഒന്ന് രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുമ്പോഴേക്കും അവരുടെ വയറ് പെട്ടെന്ന് നിറയുകയും പിന്നീടുള്ള വീട്ടിലെ ഭക്ഷണങ്ങൾ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും അവർ കഴിക്കാതെ വരികയും അത് അവർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻസിന്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ വരികയും അവർക്ക് വണ്ണം തീരെ വെക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുകയും ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ വേംസിന്റെ പ്രോബ്ലം, വിരയുടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വണ്ണം വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നമുക്ക് വണ്ണം വെക്കാത്തതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഡിപ്രഷന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡിപ്രഷൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, വിഷാദ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വിശപ്പിന്റെ കുറവുണ്ടാവും. വിശപ്പില്ലായ്മ മൂലം അവർ ഭക്ഷണം കഴിക്കാതെ വരികയും അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങിൽ അവർ ഭക്ഷണം കഴിക്കാതെ വരുന്നത് മൂലം നമുക്ക് ഇതേപോലത്തെ നമുക്ക് വെയിറ്റ് ലോസിന് ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളമൊന്നും കുടിക്കുന്നില്ലെങ്കിലും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ വണ്ണം വെക്കാനുള്ള ചാൻസസ് വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. പ്രോട്ടീൻ്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഇൻടേക്ക് ഒക്കെ കുറവാണ്, അല്ലെങ്കിൽ മിനറൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള മിനറൽ ഇൻടേക്സ് ഒക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വണ്ണം വെക്കാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഇതൊക്കെയാണ് നമ്മൾ വണ്ണം വെക്കാത്തതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മളൊരു വെയിറ്റ് ഗെയിൻ പ്ലാനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ എന്തുകൊണ്ടാണ് എനിക്ക് വണ്ണം വെക്കാത്തത് നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതിൽ എന്തെങ്കിലും കാരണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശം കൂടി നേടിയിട്ട് വേണം നമ്മളൊരു വെയിറ്റ് ഗെയിൻ പ്ലാനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വെള്ളപ്പൊക്കിന്റെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ എന്ത് ഭക്ഷണം കഴിച്ചാലും അവർക്ക് വണ്ണം വെക്കില്ല. ഫസ്റ്റ് നമ്മൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ വണ്ണം വെക്കാനുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നമുക്ക് പോകുവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വണ്ണം നമുക്ക് വേണമെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ മസിൽസ് ആണ് നമ്മൾ ഗെയിൻ ചെയ്യേണ്ടത്. സാധാരണയായിട്ട് മെലിഞ്ഞവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതെല്ലാം അവർ കഴിക്കും. ഓയിലി ഫുഡും അല്ലെങ്കിൽ ജങ്ക് ഫുഡും അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ അവർ ധാരാളമായിട്ട് കഴിക്കും. അങ്ങനെയെങ്കിലും വണ്ണം വെക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു 35+ അല്ലെങ്കിൽ 40+ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കുകയും നമുക്ക് കൊളസ്ട്രോളിന്റെ പ്രോബ്ലംസ് വരികയും ഷുഗർ ഒക്കെ വരുവാനും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ഒക്കെ വരുവാനും കാരണമാകുന്നുണ്ട്. അത് നമ്മളുടെ ഹെൽത്തി വേ ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ അല്ല. ഇങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുകയും ബാക്കിയുള്ള എനർജി എല്ലാം നമ്മൾ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയും അത് നമ്മുടെ അടിവയറ്റിലേക്ക് അടിഞ്ഞുകൂടുകയും വയറ്